ഓക്കെ ഗൈസ്, വെൽക്കം ടു കല്ലുമാങ്ങ ടെക്. നമ്മളിന്ന് ടെക്കാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ബുക്സ് ആൻഡ് ലൈഫ് ഒന്നും ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു ടോയ് ആണ്. ഒരു എയറോപ്ലെയിൻ അല്ല, സ്ക്രീൻഷോട്ട് എടുക്കുക, വാങ്ങിക്കുക. അപ്പോൾ ഞാൻ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോവാണ്. അൺബോക്സിങ് ഓക്കെ. അപ്പോൾ നമുക്ക് ഇത് ഓഫാണ്. ഇപ്പോൾ ഓഫാണ്. ഈ ലെവർ പിടിച്ചിട്ട് നമുക്ക് നോക്കുമ്പോൾ ലൈറ്റ്, പക്ഷെ അല്ലാതെ നമ്മൾ ആദ്യം ലൈറ്റ് ഇത് ഈ റിമോട്ടിലെ കൺട്രോളാണ്. നമ്മൾ പ്ലെയിൻ അൺബോക്സ് ചെയ്യാൻ അതിന് ഒരു കേബിളും സൂപ്പർ ഫാസ്റ്റ് എനിക്ക് 500 പോലെയാണ്. ആദ്യം ഇവിടെ ഒരു കേബിൾ, ചാർജ് ചെയ്യുന്ന കേബിളാണ്. റിമോട്ട് ചെറിയ ബാറ്ററിയാണ്. റിമോട്ട് ഇവിടെ സ്ക്രൂ ഇല്ലായിരുന്നു, അതുകൊണ്ട് ചെറിയ അത്രയും നമ്മൾ എക്സൈറ്റഡ് അല്ലായി. അപ്പോൾ നമ്മുടെ ഹെലികോപ്റ്ററിൽ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് ഉണ്ടായിരുന്നു. ആ സൈഡിൻ്റെ അടുത്ത് ഈ ടെക്സ്റ്റിൻ്റെ താഴെയിൽ ഒരു കണക്ട് കേബിൾ ഉണ്ടായിരുന്നു. ആ കണക്ടറിൻ്റെ എന്തെങ്കിലും കേബിൾ താഴെ തന്നെ ഒരു സ്വിച്ച് ഉണ്ട്, ചെറിയ സ്വിച്ച്. ഇത് ചെറിയ സ്വിച്ച്, ഇത് ചെറിയ സ്വിച്ച്, വലിയ സ്വിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ കൈ ഇവിടെ പിടിക്കുക. ഈ സ്വിച്ച് ഓഫാണ്. നല്ല കാറ്റാണ്. അപ്പം നമുക്ക് ഫാനൊക്കെ ഓഫാക്കാം. സോ ഗൈസ്, ഇപ്പം നമ്മൾ ഇൻഡോറിലാണ് കളിക്കണേ. ഔട്ട്ഡോർ ആണെങ്കിൽ കുറച്ചും കൂടെ മുകളിൽ പോവാം, പക്ഷെ ഇവിടെ ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഇത് കണ്ണിനകത്തൊക്കെ കൊള്ളും. അതുകൊണ്ട് 4 വയസ്സിന് മുമ്പൊക്കെയാണ് പറയണേ, പക്ഷേ സത്യത്തിൽ ഇത് 6 വയസ്സിന് മുമ്പാണ് കളിക്കേണ്ടത്. ഭയങ്കര എന്തേരി ഇതിനകത്ത് സ്റ്റാർട്ടിനകത്തല്ലേ എന്തേരി കുറച്ച് ഇൻസ്ട്രക്ഷൻസ് വന്നിട്ടുണ്ട്. ആ ഇൻസ്ട്രക്ഷൻസിനകത്തല്ലേ ആ ഇൻസ്ട്രക്ഷനകത്ത് കൺട്രോളറിൻ്റെ സ്റ്റാർട്ട് അങ്ങനത്തെ സാധനങ്ങളുണ്ട്. അപ്പം ഞാൻ എൻ്റെ സെൻസർ വെച്ച് കണ്ടു.
സോ ഗൈസ്, ഇന്ന് നമ്മൾ കൺട്രോളൊക്കെ ചെയ്തു. സെൻസിന് നമ്മൾ കാണിച്ചിട്ടില്ല. സെൻസ് നമ്മൾ നോക്കിയപ്പോൾ അത് തട്ടി തട്ടിപ്പോയി. അപ്പോൾ ഒരു പ്രാവശ്യമില്ല തട്ടി അങ്ങനെ അടിച്ച് അത് പണ്ട് ബ്രോക്കൺ ആയി പോയിരുന്നു. അങ്ങനെ എടുത്തപ്പോൾ എൻ്റെ എന്തേരി അത് വർക്കാവുന്നത് സൗണ്ട്. അങ്ങനെ കുറേ നേരം വർക്ക് കാണിച്ചിരുന്നപ്പോഴാണ് ഒരൊറ്റ തട്ട് കിട്ടിയപ്പോൾ ഓണാക്കി. എന്തെങ്കിലും ഒന്നും അറിഞ്ഞാത്ത പോലെ ഓണാക്കിയപ്പോൾ പറന്നു പോകണം. തട്ടിയൊന്നുമില്ല, അത് ഇച്ചിരി പറന്നു പോയി. അപ്പം ഈ വീഡിയോ നമ്മളിന്ന് അവസാനിക്കാൻ പോണില്ല. കാരണം നാളെ ഉണ്ട് ഔട്ട്ഡോർ ചെയ്യാൻ പോകും. സെൻസിങ് എനിക്ക് അകത്ത് നിങ്ങൾക്ക് കാണിക്കാൻ എനിക്ക് നല്ല പേടിയുണ്ട്. ഭയങ്കര പിന്നെ സൂപ്പർ സ്റ്റഡി ആയതുകൊണ്ട് മോഡുണ്ട് നമുക്ക്. ആ മോഡ് എന്ന് വെച്ചാൽ നല്ല സ്റ്റഡി ആയിട്ട് ചെയ്യും. പക്ഷെ ഈ സാധാരണ വെച്ചാൽ എന്തെങ്കിലും സൂപ്പർ സ്റ്റഡി ആയതുകൊണ്ട് ഇങ്ങനെ പോകും, നല്ല സ്മൂത്തായിട്ട്. സാധാരണ വെച്ചാൽ ഇങ്ങനെ പോകും. പക്ഷെ പകുതി അനുഗ്രഹിച്ചായി. അത് മാത്രമല്ല അത് കാണിക്കാൻ ഭയങ്കര പാടാണ്. കാരണം എന്തായാലും ഈ ഹെലികോപ്റ്റർ കറങ്ങി റൗണ്ട് ആൻഡ് റൗണ്ട് ഒരു റൂമിനകത്താണ് ചെയ്യുന്നത്. ലിവിംഗ് റൂമിനകത്താണ് ഏറ്റവും ബെസ്റ്റായിട്ട് പറ്റുന്നത്. വലിയ ലിവിംഗ് റൂം ആണെങ്കിൽ അത് നിങ്ങളുടെ നല്ല ചോയ്സാണ്. ഒരു ചെറിയ റൂം അങ്ങനത്തെ വേറെ എന്തെങ്കിലും അത് കുഴപ്പമില്ല. ഔട്ട്ഡോർ ആണ് ബെസ്റ്റ്, ഔട്ട്ഡോർ മാത്രം. പിന്നെ അത് മാത്രമല്ല, ഔട്ട്ഡോർ എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടി പോകും, ഏറ്റവും താഴെ പോകും. ഷീറ്റ് ഉണ്ടെങ്കിൽ എൻ്റെ കാര്യം പറയുന്നത് മാത്രമല്ല, നമ്മൾ ഇന്ന് ഇൻഡോർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് സോറി, കൺട്രോൾ മാത്രമേ ചെയ്തോളൂ. അപ്പോൾ നാളെ രാത്രി ആയതുകൊണ്ട് ഔട്ട്സൈഡ് പറ്റില്ല, ഒന്നും പറ്റില്ല. അത് മാത്രമല്ല ഔട്ട്സൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് കൺട്രോളും ചെയ്യാൻ പറ്റും. മുകളിലോട്ട് പോകാൻ പറ്റും, താഴോട്ട് പോകാൻ പറ്റും. ഷീറ്റുള്ളവരുണ്ട്, അത് കുഴപ്പമില്ലേ പറഞ്ഞു. ഗൈസ്, രാവിലെ ഞാൻ സത്യമാണ് പറയണം. ഐ സ്വെയർ ഗോഡ്, രാത്രിയാണ്. അല്ല രാവിലെ നമ്മൾ ഇന്നലെ രാത്രിയാണ് എടുത്തത്. ഹെലികോപ്റ്റർ എടുത്തിട്ടുണ്ട്. അതിപ്പം അവിടെ ഇരിക്കുകയാണ്, വെച്ചിരിക്കുക ചാർജിങ്. ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഗൈസ് ഞാൻ പറയാൻ പോകും. വാർണിംഗ്, choking hazard small pots known for under 3 years children. എന്ന് വെച്ചാൽ ഇതിനകത്ത് കുറേ സാധനങ്ങളുണ്ട്. ഇതെന്ന് വെച്ചാൽ ഇത് ഇപ്പോൾ നന്നായിട്ട് ആ ടോയ് ഡെവലപ്പ് ആയില്ല, നന്നായിട്ട് അത്രയും നല്ലല്ല കിഡ്സിന്. ഒരു ചെറിയ കിഡ്സിന് 3 വയസ്സിന് താഴെ. പ്രിക്കോഷൻസ് ക്ലെറിഗ്രോ ഡി അഗോസ്. ഇത് വെച്ച ഏത് വീഡിയോ ഇതിൻ്റെ നമ്പർ 1904 ആണ്. അപ്പം സ്പെസിഫിക്കേഷൻസ്, കളർ ആൻഡ് contents may vary from illustrations. എനിക്കൊന്നും മനസ്സിലായില്ല. അത് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിരുന്നു, കമൻറ്റ് ചെയ്യും. ഓക്കെ. ബാറ്ററി ഇൻസ്ട്രക്ഷൻസ്. ദിസ് ടോയ് contains inbuilt rechargeable battery of 3.77 charger. Charge a toy at least 2 hours before use. ഇന്നലെ എന്ന് വെച്ചാൽ അതിൻ്റെ ബാറ്ററി കണ്ടൻറ്റ് ഭയങ്കര സ്മോളാണ്. അത്രയും നേരം നിൽക്കൂല. ഞാൻ രാവിലെ എടുത്തിട്ട് ഒരു 10 മിനിറ്റ്സോ അല്ലെങ്കിൽ 5 മിനിറ്റ്സ് അങ്ങനെ ആണെന്ന് തോന്നുന്നു. ഒരു 8 മിനിറ്റ്സ് ആണെന്ന് തോന്നുന്നു. 8 മിനിറ്റ്സ് അത് യൂസ് ചെയ്യാം. ഈ 2 hours തന്നെ. ഇന്നലെ ഞാൻ അത് ഇന്നലെയാണ് ചാർജ് ചെയ്തത്. ഞാൻ കള്ളമല്ല പറയണത്. പ്രൂഫ് എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല, പക്ഷേ കാണിച്ചു തരാം. പറ്റുമെങ്കിൽ കാണിച്ചു തരാം.
സ്വിച്ച് ഓഫ് ദ ചാർജർ വെൻ നോട്ട് ഇൻ യൂസ്. അത് യൂസ് ഇല്ലാത്തതുകൊണ്ട് സ്വിച്ച് ഓഫ് ചെയ്യണം ചാർജർ. സാധനം മനസ്സിലായില്ല. നോൺ റീചാർജബിൾ ബാറ്ററി ഈസ് നോട്ട് ടു ബി റീചാർജ്ഡ്. അതെന്തിനു കൊടുത്ത എന്തിനു കൊടുത്ത നോൺ റീചാർജബിൾ ഗൈസ്, എനിക്കിത് പറയാൻ പറ്റില്ല. അങ്ങനെ 13 ഉണ്ട്. ചുമ്മാ വെച്ചിരിക്കുവാണ് ഇവർ. ചുമ്മാ ജസ്റ്റ് ഇൻ കേസ് എന്ന് പറയുമ്പോൾ ചുമ്മാ വെച്ചിരിക്കുന്നു. പിന്നെ ഇതിനകത്ത് ഒരു കാര്യമുണ്ട്. ഇത് ഫിക്സ് ചെയ്യാമെന്ന് ചെയ്യേണ്ട. ഇന്നലത്തെ വർക്ക് ഞാൻ പറഞ്ഞു. അതെന്ന് വെച്ചാൽ എന്തേലും അങ്ങോട്ട് നോക്കുന്നതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ സ്ക്രൂ ഡ്രൈവർ വെച്ച് ഒന്നും ചെയ്യില്ല. അതിനകത്ത് കാണിച്ചിട്ടുണ്ട്, വെള്ളം ഒന്നും വയ്ക്കല്ലേ. വെള്ളം വീണ ആ പൊട്ടിപ്പോൾ. അതെന്തായാലും എല്ലാം അങ്ങനെയാണ്. ഇലക്ട്രിക്കൽ ഗൈസിൻ്റെ അർത്ഥം എന്ന് പറയും കമൻറ്റ് ബോക്സ് അത് വയ്ക്കും അല്ലേ. പിന്നെ ഇത് എയറോപ്ലെയിനോ എന്തേലും ഇത് എനിക്കറിഞ്ഞൂടാ. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടുത്തെ. എൻ്റെ ഫ്രണ്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ആദ്യം തന്നെ തമ്മിലിൽ. അപ്പോൾ ഇന്നലെ ഞാൻ ഏതോ ഒരു സമയത്ത് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു. നേരെ പറഞ്ഞില്ല, ജസ്റ്റ് പറഞ്ഞുള്ള എനിക്ക് ഔട്ട് ഓഫ് കൺട്രോൾ ആയിരുന്നു. അതുകൊണ്ട് ഈ ചാർജിനകത്ത് നിങ്ങൾ കാണുന്ന തിരിഞ്ഞിരിക്കും. കണ്ടേ, നിങ്ങൾ ഈ ടെക്സ്റ്റ് കാണുക. നിങ്ങളുടെ എന്തെങ്കിലും സ്പേസിലാണ് നിൽക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. പിന്നെ ഇവിടെയാണ് ബോക്സ്, അത് നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല. അപ്പം ഇവിടെയാണ് അപ്പ്. നിങ്ങൾ കാണുന്ന സൈഡിൽ കറക്റ്റ് തന്നെ. ഓക്കെ, ഇത് അപ്പ് ചെയ്യും. ഇതപ്പ്. ഇതിനകത്ത് ജസ്റ്റ് ഇത് നിൽക്കണം കുറേ നേരം. നിൽക്കുക, മുകളിലോട്ട് പോകും. പിന്നെ ഇത് സ്റ്റാർട്ടും പിന്നെ സ്റ്റോപ്പും. സ്റ്റാർട്ടിൽ നിന്ന് അടിച്ചാൽ അത് അതിൻ്റെ നേരത്തോട്ട് അടിക്കണം ഗൈസ്. എന്ന് വെച്ചാൽ ഇത് റിമോട്ട്. ഇതാണ് ബോക്സ് ഇവിടെ വെച്ചിരിക്കുക. ഈ ബോക്സ് ഇങ്ങനെയല്ല ചെയ്യേണ്ട, ഇങ്ങനെ കറക്റ്റ് അങ്ങോട്ട് വെക്കണം. അതാണ് എൻ്റെ ഏറ്റവും ബാഡ് അഡ്വാൻറ്റേജ് എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ റിമോട്ടിൻ്റെ അകത്തില്ല, ഞാൻ തിരിച്ചെടുത്ത് വെച്ചു. ECT യൂസാണ്. ഇതിനകത്ത് ഏജസ് +4 എന്നിവിടെ ഒരു സാധനം എഴുതി വെച്ചിട്ടുണ്ട് ഉത്സവത്തിന് കണ്ടപ്പോൾ. പക്ഷെ അത് തെറ്റാണ്, കംപ്ലീറ്റ്ലി തെറ്റാണ്. അപ്പം ഇത് ഞാൻ നിർബന്ധിച്ച് വാങ്ങിച്ചല്ല, കോണ്ടിനെൻറ്റിന് മാത്രം വാങ്ങിച്ചാണ്. ഇത് സംടൈംസ് എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും കൊടൈക്കനാലിലെ വല്ലോ ബൊഗെയിൻ വില്ലേ ഗാർഡനോ എന്തേലോ സാധനമുണ്ട്. ഏതൊരു പാർക്ക് മൂന്നാറിലും ഉണ്ട്. അപ്പോൾ അവിടെ ഒരു പാർക്കുണ്ട്. എന്തേലും കൊടൈക്കനാലിൽ എന്തേലും മറ്റേ സൈക്കിൾ എന്തേലും മറ്റേ ലേക്ക് വ്യൂവിൻ്റെ അവിടെ എന്തേലും അടുത്തൊരു റോഡുണ്ട്. ആ റോഡിന് നേരെ പോകുമ്പോൾ ഒരു മനസ്സിലാവില്ലായിരിക്കും. ഈ പേര് അറിഞ്ഞൂടാ, പക്ഷെ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് അയച്ചു വയ്ക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഗാർഡന് എനിക്ക് പേരിപ്പോഴാണ് പറഞ്ഞില്ല. പേരെനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല. ഞാൻ എൻ്റെ വോയിസ് തന്നെ പറയണം. അച്ഛനമ്മ അവിടെ ഇരിപ്പുണ്ട്, സംസാരിക്കണം. അപ്പം ആ ഗാർഡനകത്തല്ലേ കുറേ ഹില്ലുണ്ട്. അവിടെയാണ് ബെസ്റ്റ് ഓപ്ഷൻ ഈ സാധനം യൂസ് ചെയ്യേണ്ടത്. ഈ സാധനം ബെസ്റ്റ് ഓപ്ഷൻ ഈസ് ദിസ്.
ഞാൻ ഇതുവരെ ഒരു ഫ്ലൈയിങ് സാധനത്തിന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ഇതാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. പണ്ട് ഞാൻ ഒരു 5 വയസ്സായപ്പോൾ ഞാൻ ഏതോ ഒരു എയ്റോപ്ലെയിൻ വെച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ച് അങ്ങ് പറക്കും. അപ്പം അത് തുറന്ന് മലത്തി വെച്ചപ്പോഴാണ് മനസ്സിലായത്, പണി കിട്ടി മക്കളെ, പണി കിട്ടി. എയ്റോപ്ലെയിന് ഏതോ ഒരു ചെറിയ എയ്റോപ്ലെയിൻ മോഡലായി കാറായിരുന്നു. ഞാൻ ഒന്നും മനസ്സിലായില്ല. അപ്പോഴും ഞാൻ എടുത്ത് പൊട്ടിച്ച് കളഞ്ഞു. ഞാൻ എന്തേലും കുറേ യൂസ് ചെയ്ത് ബാക്കിലോട്ടാക്കിയിട്ട് അതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങോട്ട് പോകും. അങ്ങനത്തെ പ്ലെയിനാണ്. അതിപ്പം കത്തിച്ച് എല്ലാം കളിപ്പാടത്തിനും ഞാൻ കത്തിച്ചു. അത് കോണ്ടിനെൻറ്റിന് മാത്രമാണ് ഉണ്ടാക്കിയത്, വേറെ ഒന്നും പറയില്ലേ, കോണ്ടിനെൻറ്റ് മാത്രം. ഗായ്സിന് വേണ്ടിയാണ് അത് വാങ്ങിച്ചത്. പിന്നെ ഇവിടെ ചെരിപ്പുണ്ട്, നല്ല ചെരിപ്പാണെന്ന് പറഞ്ഞാൽ. അപ്പം നമുക്ക് അടുത്തത് ഔട്ട്സൈഡ് പ്ലെയിൻ കാണാം. ഞാൻ ഹെലികോപ്റ്റർ ഓണാക്കാൻ പോണ്. അച്ഛനാണ് ഹെലികോപ്റ്റർ ഓണാക്കാൻ പോകുന്നത്. ഉണ്ട് ഔട്ട്സൈഡ്. ഓക്കെ, കുറേ നേരമായി നമുക്ക് നോക്കാം.